എറിയാട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ട് 5 മാസം. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ധർണ. ബസ് ജീവനക്കാർക്ക് ഇനി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലത്ത് നാശനഷ്ടം. നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീണു. ഇന്നലെ രാത്രി 9:30 മഴയോടൊപ്പം കാറ്റ് വീശിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. എറിയാട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ട് 5 മാസം കഴിഞ്ഞു. വേതന കുടിശ്ശിക എത്രയും വേഗം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എറിയാട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ധർണ സംഘടിപ്പിച്ചു. തുടർന്ന് BDOക്ക് നിവേദനവും നൽകി. എറിയാട് പഞ്ചായത്തിൽ 1,10 ലക്ഷം രൂപയാണ് തൊഴിലാളികൾക്ക് വേതനമായി ലഭിക്കാനുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നിലപാടുകളാണ് വേതനം ഇത്രയും വൈകാൻ കാരണം എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. തൊഴിലാളികളുടെ വേതന കുടിശ്ശിക എത്രയും വേഗം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എറിയാട് പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ധർണ സംഘടിപ്പിച്ചു. തുടർന്ന് BDOക്ക് നിവേദനവും നൽകി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ DCC സെക്രട്ടറി CS രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എറിയാട് ഗ്രാമപഞ്ചായത്ത് അംഗം KS രാജീവൻ അധ്യക്ഷത വഹിച്ചു. മതിലകം സെന്ററിൽ നിന്നും ബ്ലോക്ക് ഓഫീസിലേക്ക് നടന്ന തൊഴിലാളികളുടെ പ്രകടനത്തിന് തൊഴിലുറപ്പ് ഭാരവാഹികളായ ഡൈനു ലോറൻസ്, ഐഷ മോഹനൻ, സുഹറ, ഷർമിള, റഹീന, മിനി, പ്ലാസ്കിന, രതി, പ്രമീള, സിന്ധു സജീവൻ, നിഷ, സുബൈദ, സുഹ്റാബി എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ കനവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ പുതിയ ഘട്ട നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 12,57,054 രൂപ ചെലവഴിച്ച് MCF വിപുലീകരണം, 5,54,000 രൂപ ചെലവഴിച്ച് CCTV ക്യാമറ സ്ഥാപിക്കൽ, 89,370 രൂപ ചെലവഴിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി ഷെൽഫ് സോർട്ടിംഗ് ടേബിൾ, യൂണിഫോം, റെയിൻകോട്ട് എന്നിവയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി മുൻകൈയെടുത്ത് സ്പോൺസർഷിപ്പ് മുഖേന ഫാനുകളുമാണ് നവീകരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ, പഞ്ചായത്ത് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ER ഷീല, സൈദ മുത്തുകോയ തങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങളായ സുജിത സലീഷ്, VM ഉണ്ണികൃഷ്ണൻ, ജയന്തി മനോജ്, ബ്ലോക്ക് മെമ്പർമാരായ RK ബേബി, KA കരീം, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി K മിനി എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, പെരിഞ്ഞനം. ബസ് ജീവനക്കാർക്ക് ഇനി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. ഇത്തരം പശ്ചാത്തലമുള്ളവർക്ക് KSRTC സ്വകാര്യ ബസ്സുകളിൽ കണ്ടക്ടറും ഡ്രൈവറുമായി നിയമിക്കാൻ പാടില്ല എന്നാണ് സർക്കുലർ. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഉൾപ്പെടെയുള്ള സ്റ്റേജ് കാരേജ് വാഹനങ്ങളിൽ ജീവനക്കാരായി നിയമനം ലഭിക്കുന്നവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി മോട്ടോർ വാഹന വകുപ്പ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അക്രമം, ലഹള, കലാപം, നരഹത്യ ശ്രമം, മാരകമായ മുറിവേൽപ്പിക്കൽ, വിധ്വംസക പ്രവർത്തനങ്ങൾ, മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് 1-ലേറെ തവണ ശിക്ഷിക്കപ്പെട്ടവർ, അപകടകരമായി വാഹനം ഓടിച്ചതിന് 1-ലേറെ തവണ ശിക്ഷിക്കപ്പെട്ടവർ, ജീവഹാനിക്ക് കാരണമായ അപകടങ്ങളിൽ 1-ൽ കൂടുതൽ തവണ ഉൾപ്പെട്ടവർ, വ്യാജരേഖ ചമയ്ക്കൽ, ലഹരിമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടവർ, അബ്കാരി കേസുകളിൽ ഉൾപ്പെട്ടവർ, വാഹനമോഷണം, ഭവനഭേദനം തുടങ്ങിയ മോഷണ കേസുകളിൽ ഉൾപ്പെട്ടവർ എന്നിവരെ KSRTC സ്വകാര്യ ബസ്സുകളിൽ കണ്ടക്ടറും ഡ്രൈവറുമായി നിയമിക്കാൻ പാടില്ല എന്നാണ് സർക്കുലർ. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ഇനി മറ്റു വാർത്തകൾ. കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലത്ത് നാശനഷ്ടം. നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീണു. ഇന്നലെ രാത്രി 9:30 മഴയോടൊപ്പം കാറ്റ് വീശിയത്. കാക്കാത്തിരുത്തി ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ തെങ്ങു വീണു. കയ്പമംഗലം അറവുശാലയിൽ മരം വീടിന് മുകളിൽ വീണ് നാശനഷ്ടമുണ്ടായി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം ബീന സുരേന്ദ്രന്റെ വീടിന്റെ മുകളിലാണ് തൊട്ടടുത്ത പറമ്പിലെ മരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണത്.
വീടിന്റെ ഷീറ്റുമേഞ്ഞ മേൽക്കൂരയ്ക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത മതിലകത്ത് വീട്ടിൽ അബ്ദുവിന്റെ വീട്ടിലും മരം വീണിട്ടുണ്ട്. ലഹരിക്കെതിരെ എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ചന്ദ്രപ്പനി ഹൈസ്കൂൾ മുതൽ ശ്രീനാരായണ വായനശാല വരെയാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.ആർ. നിഖിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം.എസ്. നിഖിൽ, വാർഡ് മെമ്പർ പി.എ. ഷമീർ, ചന്ദ്രപ്പനി ഹൈസ്കൂളിലെ പ്രധാനാധ്യാപകൻ കെ.എസ്. കിരൺ എന്നിവർ സന്നിഹിതരായിരുന്നു. മാരകമായ രാസലഹരിയുടെ ഉപയോഗവും അതുവഴി ഉണ്ടാകുന്ന ദുരന്തങ്ങളെയും ചെറുക്കാൻ ലഹരി വിരുദ്ധ കൂട്ട ഓട്ടം നടത്തി. ചാലക്കുടി നഗരസഭയുടെ നന്മ ലഹരി പദ്ധതിയുമായി കൈകോർത്ത് വി.ആർ. പുരം ന്യൂ ലോഞ്ചേഴ്സ് ക്ലബ്ബ് ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ വി.ആർ. പുരം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടത്തുന്ന അവധിക്കാല ഫുട്ബോൾ ക്യാമ്പിന്റെ ആഭിമുഖ്യത്തിലാണ് ലഹരിക്കെതിരെ കൂട്ട ഓട്ടം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 4 വർഷമായി നടക്കുന്ന ക്യാമ്പിൽ കുട്ടികൾക്കുള്ള ജേഴ്സിയും ബൂട്ട്, പോഷകാഹാരം എന്നിവ ഉൾപ്പെടെ പരിശീലനത്തിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെയും മറ്റു വ്യക്തികളുടെയും സഹായത്തോടെയാണ് നടക്കുന്നത്. കൂട്ടോട്ടം നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ജോജു പുളിയാനി അധ്യക്ഷനായി. സനീഷ് കുമാർ, രാധാകൃഷ്ണൻ, സുമിത്ത് എന്നിവർ പ്രസംഗിച്ചു. ലഹരിക്കെതിരെ ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി കൊരട്ടി യൂണിയൻ ഒരുക്കുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കോന്നൂരിലുള്ള കൊരട്ടി പഞ്ചായത്ത് മൈതാനിയിൽ ആരംഭിച്ചു. പള്ളിപ്പറമ്പിൽ വള്ളിയമ്മ അഞ്ചക്കളവൻ സ്മാരക ട്രോഫിക്ക് 20,000 രൂപ ക്യാഷ് അവാർഡിനും കണ്ണമ്പിള്ളി ജാനകി രാമൻ റണ്ണേഴ്സ് ട്രോഫിക്കും 10,000 രൂപ ക്യാഷ് അവാർഡിനും വേണ്ടിയുള്ള മത്സരങ്ങളിൽ FC കോനൂരിനെ പരാജയപ്പെടുത്തി ഫ്രണ്ട്സ് മേലൂരും SNAC പാലിശ്ശേരിയെ പരാജയപ്പെടുത്തി FC മാണിക്യമംഗലം പ്ലെയേഴ്സ് മാമ്പ്രയെ പരാജയപ്പെടുത്തി ശേഷിച്ച മത്സരങ്ങളും സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളും ഇന്ന് നടത്തും. വിവിധ കവർച്ച കേസുകളിലും സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും BJP UDF പ്രവർത്തകർ പോലീസ് പിടിയിലായത് സംബന്ധിച്ച് അതാത് രാഷ്ട്രീയ നേതൃത്വം മറുപടി പറയണമെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ P.K. ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു. CPM കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏരിയ കമ്മിറ്റി അംഗം KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി TP പ്രഭേഷ്, നേതാക്കളായ ഷീല രാജ് കമൽ, അഷ്റഫ് സബാൻ, CV ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. CPIM 25ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി മേത്തല വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. കുന്നുകുളം സെൻട്രൽ നടന്ന പൊതുസമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS ജയ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കൗൺസിൽ അംഗം VR സുനിൽകുമാർ MLA, ജില്ലാ കൗൺസിൽ അംഗം PB സുഭാഷ്, സംഘാടക സമിതി ചെയർമാൻ KM സലീം, MM സായൂജ്, KM രതീഷ് എന്നിവർ സംസാരിച്ചു. CPI ലോകമല്ലേശ്വരം ലോക്കൽ സമ്മേളനം നടന്നു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന കൗൺസിൽ അംഗം KG ശിവാനന്ദൻ, VR സുനിൽകുമാർ MLA, CC വിപിൻ ചന്ദ്രൻ, PP സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. അറക്കത്താടം പാടശേഖരത്തിലെ വെള്ളക്കെട്ട് അടിയന്തര നടപടികളിലൂടെ പരിഹരിച്ച് പാടശേഖരത്തെ കൃഷി യോഗ്യമാക്കണമെന്നും CI ജംഗ്ഷനിൽ വെഹിക്കുലർ അണ്ടർപാസ് അനുവദിക്കണമെന്നും സമ്മേളന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടകര അഴകമ്പാട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. വാർഡ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട് അധ്യക്ഷത വഹിച്ചു. വാർഡ് സെക്രട്ടറി നിഖിൽ തൊമ്മത്ത്, വാർഡ് മെമ്പർ KV നന്ദകുമാർ, BJP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ആശ രാമദാസ്, മുരുകൻ വെൺമനാട്ട്, ബിബിൻ OB, വിജയൻ പാടിയിൽ, അഭിലാഷ് കുറ്റിക്കാട്ട് എന്നിവർ സംസാരിച്ചു. SN പുരം റൈഡേഴ്സിന്റെ വാർഷികാഘോഷം നടന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന സൈക്കിൾ ക്ലബ്ബുകളും നാനാതുറയിൽപ്പെട്ട റൈഡേഴ്സും പങ്കെടുത്ത പരിപാടി ജസ്റ്റിൻ TX ഉദ്ഘാടനം ചെയ്തു. രാവിലെ സൗഹൃദ റൈഡ് ആരംഭിച്ചു. SN പുരത്ത് നിന്നും ആരംഭിച്ച് ഹൈവേയിലൂടെ മതിലകം ബീച്ച് റോഡ് വഴി പനങ്ങാട് സ്കൂൾ എത്തി റൈഡ് അവസാനിച്ചു. 100ഓളം റൈഡേഴ്സ് സൗഹൃദ റൈഡിൽ പങ്കെടുത്തു. കനകമല കുരിശുമുടിയിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ മാർത്തോമസ്ലിഹയുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാൾ ആഘോഷിച്ചു. രാവിലെ അടിവാരം പള്ളിയിൽ നിന്നും കുരിശുമുടിയിലേക്ക് പ്രദക്ഷിണം നടന്നു. കുരിശുമുടിയിലെ കുർബാനയ്ക്കും നൊവേനയ്ക്കും മറ്റ് തിരുക്കർമ്മങ്ങൾക്കും ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അടിവാരം പള്ളിയിൽ ഊട്ടുനേർച്ച ഉണ്ടായി. പരിപാടികൾക്ക് ഫാദർ മനോജ് മേക്കാടത്ത്, അസിസ്റ്റന്റ് വികാരിമാരായ അജിത്ത് നടത്തിൽ, റേസൻ തട്ടിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോജോ ചുള്ളി, ജോയ് കളത്തിങ്കൽ, കുരിശുമുടി കൺവീനർ ഷിജു പഴയടത്ത് പറമ്പിൽ, PRO ഷോജൻ D വിതയത്തിൽ,
കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ, ഫുഡ് കൺവീനർ ലിജോ മാളിയേക്കൽ, ജോർജ് പന്തലുകാരൻ, ഷിബു കള്ളിയത്ത് പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. എറിയാട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ട് 5 മാസം. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ധർണ. ബസ് ജീവനക്കാർക്ക് ഇനി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലത്ത് നാശനഷ്ടം. നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീണു. ഇന്നലെ രാത്രി 9:30യോടെയാണ് മഴയോടൊപ്പം കാറ്റ് വീശിയത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.